ഏത് നമ്പറോ? ഹലോ ഹലോ, കേക്കുന്നുണ്ടോ? ഹലോ. ആ, പാഞ്ചാലിയോ? അല്ല 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 അല്ല, സോറി സോറി. ആ, റോങ് നമ്പർ. പാഞ്ചാലി എന്താ പാഞ്ചാലി എന്നൊക്കെ പറയണേ? ഇപ്പൊ ഒരു കോള് വന്നേ, എന്നോട് ചോദിക്കണ പാഞ്ചാലിയാണോ? അമ്മ ആണെന്നങ്ങ് പറയാത്തത്. അയ്യ, പിന്നെ എനിക്ക് വേറെ പണിയില്ല, ഞാൻ അല്ലെന്ന് പറഞ്ഞു. വിളിക്കണേ അൺനോൺ നമ്പർ. ഹലോ. ആ മണിക്കുട്ടിയാണ്. ആരാണ്? അയ്യോ, സുമ ചേച്ചിയായിരുന്നോ? ഈ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. മാറിയായിരുന്നോ? ഓക്കെ 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 ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. ആ ആണോ? ആ, എന്ന് ഞായറാഴ്ച? ഓ, അല്ലെന്നേ, കൊച്ചുങ്ങളൊക്കെ അങ്ങ് വലുതായിപ്പോയി. ഞാൻ എടുത്തോണ്ട് വരുന്ന കൊച്ചല്ലേ. അയ്യോ, കല്യാണമൊക്കെ ആയിന്ന് കേട്ടപ്പോ. രവിയേട്ടൻ ഒരു പിള്ളേർ 2 പേര്. ആ, നോക്കണം. അങ്ങനെ കാര്യമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷെ ഉടനെ ചെയ്യണം. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് വരും. ആ, ശരി ചേച്ചി, ഓക്കെ. എടി, സുധാകരൻ ചിറ്റപ്പനെ നിനക്കറിയോ? അപ്പൂപ്പന്റെ ബന്ധു. നീ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. സുമ ചേച്ചി എന്നൊക്കെ ഞാൻ പറയൂലായിരുന്നു, ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു കൊച്ചിലേന്നൊക്കെ. അവിടെ ആയിരുന്നു അവര്. അവർക്കൊരു മോളുണ്ട്, സുജി. ആ കൊച്ചിന്റെ കല്യാണം ഞായറാഴ്ച. നമ്മളെല്ലാരായിട്ട് പോണെന്ന് പറഞ്ഞത്. ശരി. അതിനിടയ്ക്ക് എന്റെ എന്തോ കാര്യം അവര് പറഞ്ഞല്ലോ. നിന്റെ എന്തോ കാര്യം? അവരെ മോളെ കല്യാണ കാര്യം പറഞ്ഞപ്പം നിനക്കൊന്നും കല്യാണം നോക്കണില്ലേ എന്ന് ചോദിച്ചു. ഓ, അവർക്കൊന്നും വേറെ ഒരു പണിയില്ലേ. നിനക്കെന്താ ഇത്ര സൂക്കേട്? കല്യാണ പ്രായമായ ആൾക്കാരെന്നൊക്കെ ചോദിക്കും. അമ്മ ഇപ്പം പോവാൻ പോവേണ? പിന്നെ പോണ്ടേ? വയ്ക്കോ, ഞാനില്ല. എടി, നമുക്ക് എല്ലാവർക്കും പോണം, നീ വന്നേ പറ്റുള്ളൂ. ഞാനൊന്നുമില്ല, എനിക്ക് വയ്യ. ഇനി അവിടെ പോയിട്ട് വേണം 100 കൂട്ടം ചോദ്യം. മോളെ പഠിത്തം കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞെങ്കിൽ എന്താ മോള് കല്യാണം കഴിക്കാത്തെ? എന്താ വേറെ ഏതെങ്കിലും ആരെങ്കിലും അഫയർ ഉണ്ടോ? ഇതൊക്കെ ആയിരിക്കും ചോദ്യം. ഇനി ഇതിന്റെയൊക്കെ ഉത്തരം കൊടുത്താലോ അവർ വിശ്വസിക്കുന്ന രീതിയിൽ മറുപടി പറയണം. എനിക്കങ്ങ് വയ്യ, ഞാൻ പറഞ്ഞു. എടേ, നാട്ടുകാരെ ജോലി എന്താണ്? നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെ അന്വേഷിക്കുക എന്നുള്ളത്. അവരന്വേഷിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ പോകണ്ടോ? ഇല്ലല്ലോ, നഷ്ടമൊന്നും ഇല്ലല്ലോ. ചോദിക്കുമ്പോൾ നിനക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ നല്ലൊരു ഉത്തരം പറയാം, പിണക്കാത്ത രീതിയിൽ. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഉചിതം എന്നുള്ള രീതിയിൽ അവരങ്ങ് ഡീൽ ചെയ്തെടുക്കണം. നാട്ടുകാർ പലതും അങ്ങനെ പറയും. എടി, ഇതൊക്കെയാണ് ബന്ധുക്കളെ എല്ലാരെയും കാണാൻ കിട്ടുന്ന അവസരം അല്ലേ? ഇവരൊക്കെ അല്ലെങ്കിൽ എപ്പോ കാണാൻ പോകുന്നു? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? അമ്മ പോയിക്കോ, ഞാൻ പറഞ്ഞില്ല. എടി, ബന്ധുക്കളൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ബന്ധുക്കളും വേണം. ചില ബന്ധുക്കളെ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ നമ്മളങ്ങ് മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ സെറ്റാവും. ഡി, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സൗകര്യത്തിനാണോ അല്ലയോ? അവരെന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ആ സമയത്ത് നമുക്ക് ശരിയെന്നുള്ള രീതിയിൽ അങ്ങ് ഉത്തരം പറഞ്ഞങ്ങ് ഉഴപ്പി അങ്ങ് വിടുക. പിന്നെ കല്യാണത്തിന് ഞങ്ങളിവിടെ നിർബന്ധിക്കണില്ലല്ലോ നിന്നെ. അപ്പൊ അതൊക്കെ അങ്ങ് വിട്, കല്യാണത്തിന് വരിക, നമുക്ക് സന്തോഷത്തിൽ പോവാം എല്ലാവർക്കും കൂടെ. എനിക്ക് കല്യാണത്തിന് പോകാൻ പുതിയ ഡ്രസ്സൊന്നും ഇല്ല. കല്യാണത്തിന് പോകാൻ പുതിയ ഡ്രസ്സ് കിട്ടിയാ നീ വരുമോ? പുതിയ ഡ്രസ്സ് എടുത്ത് തന്നാ ആലോചിക്കാം, പക്ഷെ എനിക്ക് ലാച്ച തന്നെ വേണം. ലാച്ച തന്നെ വേണമല്ലേ? അച്ഛനെ കൂടെ ലാച്ച എടുപ്പിച്ച് തന്നാലാ? വരുമോ? തന്നാ വരാം. അങ്ങനെയാണെങ്കിൽ നീ കൂടെ പറയണം അച്ഛനടുത്ത്. എന്തോന്ന്? അച്ഛാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഞായറാഴ്ച കല്യാണത്തിന് പോകണം, ഒരു ഡ്രസ്സ് എടുത്ത് തരണം എന്ന് പറയണം. ലാച്ച എടുത്ത് തരണം എന്ന് പറയണം. സെറ്റ്. അച്ഛനോട് ഞാനും പറയാം. ഓക്കെ, ടീ. ഇവിടെ ഇളകിട്ടിരുന്നാൽ എവിടെ പോയത്? എന്തോന്ന് മാമ അഭ്യാസങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നു? ഒരു വാട്ടുകളൊക്കെ ഇവിടെ എത്തിച്ച് ഞാൻ പണിയായിരുന്നു. പോയെങ്കിൽ വേറെ അടുത്ത് പണിയണ, വേറെ സ്പെയർ ഒന്നും ഇല്ലേ? ഒന്നുമില്ലടേ, ആഗ്രഹിന് പോയി താഴെ പോണം. ഇതാണ് ഈ കാലില് ചെരുപ്പിന്റെ അടി കിടന്നത്. ചെരുപ്പിന്റെ അടി ഒട്ടിച്ചു വെച്ചിട്ട് പിന്നെ അവിടെ ഇവിടെ നോക്കി പിന്നെ അവിടെ ഇട്ടതാണ്. എങ്ങനെയാ ഇങ്ങോട്ട് വന്നു? എന്തൊരു കയ്യില്ലേ മാമ? നമ്മുടെ ശങ്കരൻ മാമൻ അറിയണം?
മരിച്ചുപോയ ആ ചിറ്റാറ്റിങ്ങര റേഷൻ കട ഓ മരിച്ചുപോയ അങ്ങനെ ചങ്കരൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ആ ചങ്കരമാമന്റെ മൂത്ത മോല്ലേ വേണുണ്ടെന്ന് അറിയില്ലേ? ഓ ഗൾഫിൽ പോയ പയ്യൻ. അതേനെ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങ് വന്ന് ആ പുള്ളിയുടെ മോന്റെ കല്യാണം. ആ ഇടേ ഞാൻ ഈ അങ്ങനെ മോൻ വേണുമായിട്ട് മരുതൻകുഴി ആറ്റിൽ മീൻ പിടിക്കാൻ പോകും. അണക്കെട്ടിന്റെ അവിടെ. ഓ എന്റെ പൊന്നെ നല്ല രസമുണ്ടാ. ആ അതേനെ ആ വേണുണ്ണന്റെ മോന്റെ കല്യാണം ഞായറാഴ്ച. മാമ നമുക്കെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാം. പോണം പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. അന്ന് പിന്നെ പണി തിരക്കൊന്നും പറയില്ല. ഇവിടെ പണിയൊക്കെ വളരെ കുറവടേ ഇപ്പം. ശരി അപ്പൊ ഞാനേ മണിയെടുത്തും പിള്ളേർത്തും പോയി പറയട്ടെ കാര്യം. ഓ നീ അവിടെ പറ. ശരി ശരിടാ.